മത്സ്യത്തൊഴിലാളികളടക്കം ഒരു പ്രദേശത്തെ ജനത അവർ സ്വന്തം കിടപ്പാട സംരക്ഷണത്തിനായി ഒരു മാസത്തിലേറെയായി സമരത്തിലാണ്. ഇന്ന് മുനമ്പത്ത് മനുഷ്യച്ചങ്ങല തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. ജിജീഷ് കരുണാകരൻ തുടരുകയാണ്. ജിജീഷ്, കൂടുതൽ പ്രതികരണങ്ങൾ കൂടി. എല്ലാവരും ഒരു കൈയകലത്തിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളാകണമെന്ന് ഈ ഒരു സമരത്തിന്റെ ഭാഗമായ ആളുകൾ അവരെല്ലാവരും തന്നെ വലിയൊരു സമരാവേശത്തിലാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങൾ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കേൾക്കാനും കഴിയും. എങ്ങനെയായിട്ട് ഈ ഒരു സമരത്തിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയല്ലേ? ശക്തമായി തന്നെ മുന്നോട്ട് പോയിട്ട് 10-60 വർഷമായിട്ട് ഇവിടെ താമസിക്കണം. ഇവിടുത്തെ ആളുകൾക്ക് ഇപ്പൊ അക്കമ്പോട്ടിന്റെ ഭൂമിയാണെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതവർക്ക് കിട്ടണമെന്നാണ് ഞാനുള്ളത്. എങ്ങനെയുണ്ട് ഈ ഒരു സമര രംഗത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാ തോന്നുന്നത്? നല്ല സന്തോഷമുണ്ട് വന്നതിൽ. ഈ ഒരു ഭാഗമാകാൻ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും എത്ര നാളായി സമരം തുടങ്ങിയിട്ട് യാതൊരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് SNDP യൂണിയൻ ഇതിനൊരു വലിയ മനുഷ്യചങ്ങല സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന് എല്ലാവിധ ആശംസകളും അഭിമുഖീകരിക്കുന്ന ജനതയ്ക്കുള്ള ഒരു ഐക്യദാർഢ്യമാണ് ആയി മാറി. ഐക്യദാർഢ്യമാണ് മുൻപ് ജനതയ്ക്കുള്ള ഒരു ഐക്യദാർഢ്യമായിട്ടാണ് ഞങ്ങളിവിടെ എല്ലാവരും കൂടെ എത്തിയിരിക്കുന്നത്. അനു, നേരത്തെ തന്നെ നമ്മളോട് പല ആളുകളും അവർ ശക്തമായ ഭാഷയിലാണ് അവരെല്ലാം തന്നെ പറഞ്ഞ ഒരേ ഒരു സ്വരത്തിലുള്ള കാര്യമെന്ന് പറയുന്നത്, ഈ സർക്കാർ എന്തുകൊണ്ട് ഈ അനീതി കാണിക്കുന്നു, എന്തുകൊണ്ട് ഈ നടപടി സ്വീകരിക്കുന്നില്ല, അക്കാര്യത്തിൽ എന്തിനാണ് ഈ കാത്തു നിൽക്കുന്നത്? 34-35 ദിവസത്തോളമായി സമരരംഗത്തേക്ക് തുടരുന്ന ഒരു പശ്ചാത്തലം അവർക്ക് എന്തിന് ഒരുക്കി കൊടുത്തു? അങ്ങനെ ഒരു ജനത ഒരു ഭാഗത്ത് സമരം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പള്ളി അങ്കണത്തിന് മുന്നിൽ ദിവസങ്ങളോളം സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഒരു ചർച്ച പോലും നടത്തുന്നതിന് വേണ്ടി ഈ ദിവസങ്ങൾ കാത്തിരിക്കേണ്ട ഒരു സ്ഥിതി സംജാതമാക്കുന്നു? എന്തുകൊണ്ട് സർക്കാർ യാതൊരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു? മറുഭാഗത്ത് എന്തുകൊണ്ട് ഈ തുടർച്ചയായി പ്രകോപനപരമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു? അത് ലേഖനങ്ങളായും മുഖപ്രസംഗങ്ങളായും ചില പ്രഭാഷണങ്ങളായും ചില പ്രസംഗങ്ങളായും എല്ലാം തന്നെ എന്തുകൊണ്ട് അത്തരത്തിൽ പ്രകോപനപരമായ അല്ലെങ്കിൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന ഈ ദുഃഖിക്കുന്ന മനസ്സുകളെ കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. കാരണം വഖഫ് ഭൂമിയിൽ എന്ന് പറഞ്ഞുകൊണ്ട്, വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ നിന്ന് ഒഴിയേണ്ടി വരുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതി അകലെയല്ല എന്നത് തന്നെയാണ് ഈ ഒരു സമരങ്ങളെല്ലാം തന്നെ ബോധിപ്പിക്കുന്നത്. അത് തന്നെയാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സമരത്തെ എങ്ങനെയായിട്ട് കാണുന്നത്? സമരത്തിന് പിന്തുണ അർപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മലപ്പുറത്ത് നിന്ന് വന്നതാണ് ഞങ്ങൾ ഈ സമരത്തിന് പിന്തുണ അർപ്പിക്കാൻ വേണ്ടിയിട്ട്. SNDP യോഗം മലപ്പുറം യൂണിയൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. മലപ്പുറത്തുനിന്ന് വരികയാണ്. അതായത് ഒരു സമരം നമ്മൾ പറഞ്ഞു കേരളമാകെ വ്യാപിക്കുകയാണ് എന്ന് ഞങ്ങൾ തന്നെ പല ഘട്ടങ്ങളിലും ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. പല ഭാഗത്തും ഇതേ ആവശ്യം ഉന്നയിച്ച് സമരങ്ങൾ ശക്തമാകുന്നു. അതേ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മലപ്പുറത്ത് നിന്നുള്ള ആളുകൾ കൂടി ചങ്ങലയുടെ ഭാഗമായി മാറുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് രാവിലെ പുറപ്പെട്ടതാണ്. വന്നിട്ട് ഇവിടുത്തെ മുനമ്പത്തെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി മലപ്പുറത്ത് നിന്ന് വന്നതാണ്. മലപ്പുറം യൂണിയൻ പ്രസിഡന്റ് മലപ്പുറത്തിന്റെ ഒരുപാട് പേര് നമ്മൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. യൂണിയന്റെ നേതാക്കളൊക്കെ വന്നു. അതായത് ഈ ഒരു മേഖലയിലെ ആളുകൾ മാത്രമല്ല, പല ഭാഗത്തുനിന്ന് ആളുകൾ ഇതിന് നമ്മളൊക്കെ ടിവിയിലൂടെയും വാർത്തകളിലൂടെയൊക്കെ അല്ലേ ഈ ഒരു ജില്ലയിലെ ആൾക്കാരോടാണ് പങ്കെടുക്കാൻ പറഞ്ഞിരുന്നത്. പക്ഷെ ഞങ്ങൾ അതിന് പുറമെ വന്നതാണ്. ഇവിടെയുള്ള ആളുകൾക്ക് പുറമെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ കാണുന്നില്ലേ? ഡെയിലി വാർത്തകളിലൂടെ അറിയുന്നില്ലേ? എല്ലാം കാണുന്നുണ്ട്. അപ്പോഴൊക്കെ ഒരു അനീതിയാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സംശയം എന്താ? ജനത്തിന് ഞങ്ങളെ അഭിനന്ദനം. അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്ത് നിന്ന് വന്ന ആളുകളാണ്. അവർ ഈ പ്രശ്നങ്ങൾ നോക്കിക്കാണുകയായിരുന്നു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വീക്ഷിക്കുകയായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇവിടെ മനുഷ്യച്ചങ്ങലയുമായി SNDP യോഗം മുന്നോട്ട് വരുന്നത്. അവിടെ നിന്നുള്ള പ്രവർത്തകർ, മലപ്പുറത്ത് നിന്നുള്ള പ്രവർത്തകർ, കേരളത്തിന്റെ ഓരോ ഭാഗത്തും എത്രമാത്രം പ്രതിഷേധങ്ങൾ അലയടിക്കുന്നു എന്നതിന്റെ നേർ സാക്ഷ്യങ്ങളായി മാറുന്നതാണ് ഈ ഒരു സമരരംഗത്തുള്ള ആളുകൾ. അവർ ഈ ഒരു പ്രദേശത്ത് നിന്ന് മാത്രം, അല്ലെങ്കിൽ പരിസരവാസികളുടെ പ്രശ്നങ്ങൾ വന്ന് അറിഞ്ഞ ആളുകളുണ്ട്. ഒപ്പം തന്നെ ഇതൊരു സമൂഹത്തിന്റെ പ്രശ്നമാണ്, സഹോദരന്റെ പ്രശ്നമാണ്, സഹോദരിയുടെ പ്രശ്നമാണ്, തങ്ങളുടെ ജീവിതം തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. കാരണം ഒരിടത്ത് മാത്രമല്ല ഈ വഖഫ് ഭൂമിയുമായുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളത്. ഓരോരുത്തരും അവരുടെ ഭൂമി, താമസിക്കുന്ന ഭൂമി പോലും നഷ്ടപ്പെടുമോ എന്ന ഒരു ആശങ്കയിൽ കഴിയുന്നു. തങ്ങൾ താമസിക്കുന്ന ഭൂമിയുടെ മുന്നാധാരവും അതിനു മുമ്പുള്ള ആധാരങ്ങളും എല്ലാം പരിശോധിക്കുന്ന ഘട്ടത്തിൽ അത് വഖഫ് ഭൂമി ആയി മാറുന്ന ഒരു സ്ഥിതിവിശേഷം, നാളെ വഖഫ് അവകാശവാദം ഉന്നയിച്ചാൽ തങ്ങളും കുടുംബവും അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ലേ എന്ന് ആശങ്കപ്പെടുന്ന ഒരു സമൂഹം. ആ സമൂഹമാണ്
ഈ ഒരു മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി, ഈ ഒരു സമരത്തിന്റെ ഭാഗമായി, ഈ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേരുന്നത്. ആ സമരത്തിലാണ് ഇപ്പോൾ ഇത്രയധികം ആളുകൾ ഇവിടെ അണിനിരന്നിരിക്കുന്നത്. ഏതാണ്ട് നമുക്ക് നേരത്തെ വന്ന് നമ്മൾ ചോദിക്കുന്ന സമയങ്ങളിൽ ഈ ചങ്ങലകൾ പൂർണ്ണമായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ചങ്ങലകൾ പിടിച്ചു നീങ്ങേണ്ട സമയമായിട്ടില്ലെങ്കിൽ കൂടി പൂർണ്ണമായും അടുത്തടുത്ത് ആളുകൾ നിൽക്കുന്നു. കൈകൾ കോർത്ത് സമരരംഗത്ത് മാറാൻ ഭാഗമായ അത്രയും ആളുകൾ ഇപ്പോൾ തന്നെ നിൽക്കുന്നു. ഒരു പക്ഷേ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു ദൂരപരിധിയും കടന്ന് നീളുന്ന സമര രംഗത്തുള്ള ആളുകളെ തന്നെയാണ് കാണാൻ കഴിയുക. ഇവരെല്ലാവരും തന്നെ കൈകൾ കോർത്ത് നീങ്ങുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മുനമ്പം ബീച്ച് മുതൽ ചെറായി ബീച്ച് വരെയുള്ള ഒരു പ്രദേശം മാത്രമായിരിക്കില്ല, അതിനെയും കടന്നു നീങ്ങുന്ന ഒരു ജനസഞ്ചയം തന്നെയായിരിക്കും അവിടെ അണിനിരയ്ക്കുക. പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ കിലോമീറ്ററുകളോളം ഇത്തരത്തിൽ കൈകൾ കോർത്ത് സമരം ഇരിക്കുമ്പോൾ അവരുടെ എല്ലാം മനസ്സിൽ നീതിക്ക് വേണ്ടി പോരാടാനുള്ള ഒരു സമരവീര്യം തന്നെയാണ് ഈ സമരഭടന്മാർക്ക് എല്ലാവരും തന്നെ ഉള്ളത് എന്ന കാര്യം വ്യക്തമാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച ആളുകൾ അടക്കം ചൂണ്ടിക്കാണിച്ചു അവർ ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് TV-യിലൂടെയാണ് ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത്. അത് പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ജൻ ടിവിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു എന്ന് ആ വാക്കുകളിൽ പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. എത്രമാത്രം ജനകീയ വിഷയങ്ങളിൽ മുന്നോട്ട് നമ്മൾ വയ്ക്കുന്നു, അതിനെ ജനം എത്രമാത്രം നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കുന്ന ഒരു പ്രതികരണങ്ങൾ തന്നെ ജനതയിൽ നിന്ന് ഉണ്ടാകുന്നു. ജനകീയ വിഷയങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾക്കൊപ്പം നിന്ന് ജനതയോടൊപ്പം പോരാടുന്ന ഒരു ദൃശ്യമാധ്യമത്തിന് ലഭിക്കുന്ന ഒരു പിന്തുണ അത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ മുഴുവൻ ഈ ഒരു സമരം ജനങ്ങളിലേക്ക് പൂർണ്ണമായും എത്തിക്കുന്നു. അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഈ സമരരംഗത്തിന്റെ ഭാഗമായി ഇവിടെ അണിനിരക്കുകയും ചെയ്തിരിക്കുന്നു. അവരെ സംബന്ധിച്ചെല്ലാം തന്നെ വലിയ ഒരു സമരത്തിന്റെ ഭാഗമാകുന്നു എന്ന ആത്മസംതൃപ്തി തന്നെയാണ് ഈ ഒരു ആളുകൾക്കെല്ലാം തന്നെ ഉള്ളത്. എങ്ങനെയാണ് ഈ സമരം എവിടെ നിന്നാണ് വരുന്നത്? എവിടുന്നാ വരുന്നത്? പറവൂരിന്നാ വരുന്നത്. ഇത് എങ്ങനെയുണ്ട് സമരത്തിന്റെ ഒരു ഇത് കാണുമ്പോൾ? ഇത്രയധികം ആളുകളൊക്കെ ഇവിടെ അണിനിരന്ന് കഴിഞ്ഞു. നമ്മളൊക്കെ അവർക്ക് നീതി ലഭിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് ഇത് കണ്ടിട്ടെങ്കിലും? അവർക്ക് തീർച്ചയായിട്ടും നീതി ലഭിക്കുമെന്നാണ് തോന്നുന്നത്. ഞങ്ങളുടെ യൂണിറ്റിൽ നിന്ന് അത്രത്തോളം ആത്മാർത്ഥതയോടെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. ഇനിയും ആളുകൾ ഇതിൽ പങ്കെടുക്കണമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് തന്നെ പറയാനുള്ളത്. നല്ല രീതിയിൽ അവർക്ക് നീതി ലഭിക്കുന്ന അതുവരെ നമ്മൾ ഒപ്പം ഉണ്ടാകും. ഈ ഒരു പ്രശ്നം വരുമ്പോൾ ഇതിപ്പോൾ മുനമ്പത്തെ മാത്രം പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെയും ഭൂമിയുടെ കാര്യത്തിൽ? തീർച്ചയായിട്ടുമല്ല, ഇത് ഭാവിയിൽ ആരെയും ബാധിക്കാവുന്നൊരു വിഷയമായിട്ട് നമ്മൾ കാണുന്നതിന്. കാരണം 50കളിൽ നടന്നൊരു സംഭവം ഇത്രയും നാളായിട്ട് ഇത് ആർക്കും അറിയാനോ അത് പരിഹരിക്കാനോ സാധിക്കാത്ത ഇരുന്നൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ എന്താ പറയുക എക്സ്ട്രീമായിട്ടുള്ളൊരു സമയത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. പല സർക്കാരുകളും അത് മൂടി വെച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ശരിക്കും. അപ്പോൾ ഇതിനൊരു പൂർണ്ണമായി ശാശ്വതമായിട്ടുള്ള പരിഹാരം തീർച്ചയായിട്ടും നമ്മൾ കണ്ടേ ഇതിൽ നിന്നൊരു പിന്നോക്കം ഉണ്ടാവുകയുള്ളൂ. ആ ഒരു നിശ്ചയദാർഢ്യത്തോടെ ഞങ്ങൾ പറവൂരിൽ നിന്ന് വരുന്നതാണ് ഇത്രയും ആളുകൾ ഇവിടെ സംഘടിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ വലിയൊരു നിശ്ചയദാർഢ്യമുള്ള ജനത ആ ഒരു സമരത്തിന് പിന്തുണച്ചുകൊണ്ട് സമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകണമെന്ന് കരുതുന്ന ഒരു ജനത തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ആശങ്ക, തങ്ങളുടെ ഭൂമി പോലും നഷ്ടപ്പെടുന്ന ഒരു ആശങ്ക ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. 1902-ലും 52-ലും എല്ലാം നടന്നതായി പറയുന്ന ചില സാങ്കല്പിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു. സത്താർ സേട്ട് എന്നയാൾക്ക് എഴുതി കൊടുത്തതാണ് എന്നും വാങ്ങിയതാണെന്നെല്ലാം കാര്യങ്ങൾ പറയുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പിന്തലമുറ സിദ്ദിഖ് സേട്ടിലേക്ക് എത്തുന്നു. അവിടെ അദ്ദേഹം ഈ ഭൂമി മറച്ചു വിറ്റു എന്ന വാദങ്ങൾ പറയുന്നു. അതേസമയം തന്നെ അത് വഖഫിൻ്റെതാണ്, വഖഫ് ഭൂമിയായി നൽകുകയായിരുന്നു ചെയ്തത് എന്ന കാര്യം പറയുന്നു. എന്നാൽ ഇതിനൊന്നും ഉപോത്ഭകമായ അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്ന യാതൊരു തെളിവുകളും തന്നെ ഒരു ഘട്ടത്തിലും ഇല്ല എന്ന കാര്യം കൂടുതൽ കൃത്യമായി തന്നെ വ്യക്തമായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു സമരരംഗത്ത് നിൽക്കുമ്പോൾ? സമരത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങളിവിടെ കാലാകാലങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, തൊഴിൽ സംബന്ധമായിട്ടും കാര്യങ്ങളായിട്ടും ഒക്കെ. എന്നിട്ട് ഇപ്പോഴാണ് അവർ കരമടയ്ക്കാനും മറ്റും പോയി കഴിഞ്ഞപ്പോൾ അത് സാധ്യമല്ല, വഖഫ് ഭൂമിയാണ് എന്നുള്ള ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഇവിടെ ഉള്ളത്, അവരുടെ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ ഒപ്പം നിൽക്കുന്നു, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. വഖഫ് അധിനിവേശത്തിനെതിരെ മുനമ്പത്ത് മനുഷ്യച്ചങ്ങല തീർക്കുകയാണ്.